യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മനുഷ്യർ കാണുന്നത് പോലെയാണോ കർത്താവ് നിന്നെ ദർശിക്കുന്നത്? അല്ല. മനുഷ്യർ പറയുന്നത് പോലെയാണോ കർത്താവ് നിന്നെക്കുറിച്ച് പറയുന്നത്? അല്ല. ഇന്ന് ധ്യാന വിഷയമായിട്ടെടുക്കുന്ന വചനഭാഗം ജോബിൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 1, 7, 8 തിരുവചനങ്ങൾ. 1-ാമത്തെ വാക്യം: എൻ്റെ ജീവിതത്തെ ഞാൻ വെറുക്കുന്നു, എൻ്റെ പരാതികൾ ഞാൻ കർത്താവിനോട് വിളിച്ചു പറയും, എൻ്റെ മനോവ്യഥയിൽ ഞാൻ അവിടുത്തോട് സംസാരിക്കും. എൻ്റെ ജീവിതത്തെ ഞാൻ വെറുക്കുന്നു, കാരണം എന്നെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് നീ ഒന്നിനും കൊള്ളാത്തവനാണ്, നീ ഒരു ഗുണമില്ലാത്തവന്. അത് സമൂഹത്തിനോ അതെ, കുടുംബത്തിനോ അതെ. നിനക്കൊരു ജോലി പോലും നേടാൻ പറ്റിയിട്ടില്ല. നീ മറ്റുള്ളവരെയൊക്കെ കണ്ടുപിടിക്കും, അവരെത്രയോ വളർന്നു പോകുന്നു, നീ മാത്രം എന്തേ ഇങ്ങനെ? നിനക്കൊരു സാമർഥ്യമില്ലാത്തവന്, നിനക്കൊരു കഴിവുമില്ലാത്തവന്. പഠിക്കാനാണെങ്കിൽ ആ കഴിവുമില്ല, നിനക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പോലും സാധിച്ചിട്ടില്ല. ഇങ്ങനെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന്മേൽ ഞാൻ ആരാണ് അല്ലെങ്കിൽ നീ ആരാണ് എന്ന് തീരുമാനിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന്മേലാണെങ്കിൽ നിന്റെ ജീവിതത്തെ നീ വെറുക്കും. ആ മനോവേദയിൽ ഞാൻ കർത്താവിനോട് സംസാരിക്കും. 7-ാമത്തെ വാക്യം: മനുഷ്യർ കാണുന്നത് പോലെയാണോ കർത്താവ് നിന്നെ ദർശിക്കുന്നത്? അല്ല. മനുഷ്യർ കാണുന്നത് പോലെ അല്ല കർത്താവ് നിന്നെ ദർശിക്കുന്നത്. കർത്താവിന് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. കർത്താവിന് നിന്നെക്കുറിച്ച് ചില അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായം അനുസരിച്ചാണ് നീ ജീവിക്കേണ്ടത്. മനുഷ്യരുടെ അഭിപ്രായത്തിൻ്റെ പുറകെ നീ പോകരുത്. മനുഷ്യരുടെ അഭിപ്രായത്തിൻ്റെ പുറകെ നീ ചിന്തിച്ച് പോകരുത്. നിന്റെ ജീവിതം സങ്കടമുള്ള ജീവിതമാകും. മനുഷ്യർ കാണുന്നത് പോലെ അല്ല കർത്താവ് നിന്നെ ദർശിക്കുന്നത്. ആ ഒരു ചിന്തയിൽ നിനക്ക് ജീവിക്കാൻ പറ്റണം. 8-ാമത്തെ വാക്യം: നിനക്ക് രൂപം നൽകിയത് കർത്താവാണ്. നിനക്ക് കർത്താവ് രൂപം നൽകി എങ്കിൽ നിന്നിൽ ഗുണങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടാണ് നിനക്ക് കർത്താവ് രൂപം നൽകിയത്. അത് നീ തിരിച്ചറിയണം. മനുഷ്യരുടെ അഭിപ്രായമല്ല നീ. കർത്താവിന് നിന്നെക്കുറിച്ച് അഭിപ്രായമുണ്ട്. കർത്താവിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. കർത്താവിന് നിന്നെക്കുറിച്ച് ചില തീരുമാനങ്ങളുണ്ട്. ആ അഭിപ്രായത്തോടും ആ തീരുമാനത്തോടും യോജിച്ച് നിനക്ക് പോകാൻ പറ്റണം. അതുകൊണ്ട് മനുഷ്യർ കാണുന്നത് പോലെ അല്ല കർത്താവ് നിന്നെ കാണുന്നത് എന്ന് നീ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും കഴിവ് ഇല്ല എന്ന് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്ന സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് നമുക്ക് പോകാൻ സാധിക്കും. എനിക്ക് വളരാൻ പറ്റും, എനിക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും, എനിക്ക് ജോലിയിലായാലും നേട്ടം കൊണ്ടുവരാൻ പറ്റും, ഞാൻ സാമർഥ്യമുള്ളവനാണ്. ഇത് കർത്താവ് നിന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യരുടെ അഭിപ്രായങ്ങളുടെ പുറകെ നീ ഒരിക്കലും യാത്ര ചെയ്യരുത്. മനുഷ്യർ കാണുന്നത് പോലെ അല്ല കർത്താവ് നിന്നെ കാണുന്നത്. സന്തോഷത്തോടെ ഇരിക്കുക. സന്തോഷത്തോടെ ആയിരിക്കാൻ ഈ വചനങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ വയ്ക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.